ഹലോ, അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ജീപ്പിൽ 10-12 ആൾക്കാരുണ്ട്. എല്ലാം ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ഞങ്ങൾ പോകുന്നത് വേറെ നിന്നല്ല, ഇന്ന് ലച്ചുവിൻ്റെ മോഹിനിയാട്ടം അരങ്ങേറ്റാണ്. അത് കണ്ണൂരുള്ള ഇരിട്ടി മൃദംഗ ശൈലശ്ശേരി ക്ഷേത്രത്തിൽ വെച്ചാണ് അരങ്ങേറ്റം. അങ്ങനെ ആ ജീപ്പിൽ ഞങ്ങളിതാ അവിടെ എത്തിയത് 6:15-നാണ്. 5:30 എത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ കുറച്ച് വഴിയൊക്കെ കൺഫ്യൂഷൻ ആയപ്പോൾ അങ്ങനെ 6:15-നാണ് എത്തിയത്. കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുമ്പോഴത്തേക്ക് ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ. അവിടെ എത്തുന്നതിന് മുന്നേ ലച്ചുവിൻ്റെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. ഞാൻ ലച്ചുവൊക്കെ ഇന്നലെ എൻ്റെ വീട്ടിൽ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി ആകെ ഒരു 2 മണിക്കൂറെ കഷ്ടിച്ച് ഞങ്ങൾ രണ്ടും ഉറങ്ങിയിട്ടുള്ളൂ. 12:15 ഞങ്ങൾ കിടന്നു. പിന്നെ 2:30 അങ്ങനെ ഞാൻ അവൾ എഴുന്നേറ്റുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ തന്നെ അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. എല്ലാവരും ഉറക്കം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ എത്തിയതിന് ശേഷം ആദ്യം തന്നെ അകത്ത് പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾക്കും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മേക്കപ്പിന് കയറ്റണം. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അവൾ പെട്ടെന്ന് അകത്ത് കയറി ജസ്റ്റ് പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഞങ്ങളിത് രണ്ടുപേരും കൂടിയാണ് കുളത്തിൻ്റെ അടുത്തേക്ക് പോയി കാലൊക്കെ കഴിയിട്ടാണ് അകത്തേക്ക് പോയി പ്രാർത്ഥിച്ചത്. അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ അവളുടെ ഡാൻസിൻ്റെ തന്നെ അവരെ കൂട്ടത്തിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. മേക്കപ്പിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും കൂടെ അവർ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷൻ വന്നിട്ടില്ല. അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവളുടെ അമ്മയും മാമിയും ഒഴികെ ബാക്കി ഞങ്ങൾ എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇനി ആവശ്യത്തിലധികം സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ മെല്ലെ എല്ലായിടത്തും ഒന്ന് നല്ലോണം കണ്ടിട്ടൊക്കെയാണ് ഇറങ്ങിയത്. എല്ലായിടത്തും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവിടെയാണെങ്കിൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതിനിടയ്ക്ക് ഒരു കുതിരയുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഫുള്ളൊരു കാടിൻ്റെ നടുക്ക് ഉള്ളതുപോലെയൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ തന്നെ. അതുമാത്രമല്ല അവിടെ പിന്നെ എന്തൊക്കെയോ നടപ്പന്തലിൻ്റെ ഒക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഫുൾ പണിക്കാരും അതൊക്കെ ഇങ്ങനെ ഒരു വഴി നടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ മഴയായതുകൊണ്ട് ഫുൾ നടക്കുന്ന വഴിയൊക്കെ ഫുൾ ചളി കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നല്ല വൈറ്റ് പാവാട ഇട്ടത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാനും ലച്ചുവിൻ്റെ അമ്മ ലച്ചു പിന്നെ അവളുടെ ഏച്ചിയുണ്ട് നന്ദ. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടെ കുറച്ച് മുന്നേ തന്നെ പ്ലാനൊക്കെ ചെയ്തിട്ട് തുണിയൊക്കെ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചാണ്. എല്ലാവരെയും സ്കേർട്ടും ടോപ്പൊക്കെ സെയിം ആണ്. എൻ്റെ ഷോൾ മാത്രം ഡിഫറെൻ്റ് ആക്കിയിട്ട് പിന്നെ എൻ്റെതും വിജിലേജിൻ്റെതും ഷോൾ സെയിം ആയിരുന്നു. അങ്ങനെ സെറ്റാക്കി എടുത്തായിരുന്നു. പിന്നെ ഈ ഒരു മരം അവിടെ കണ്ടതായിരുന്നു. ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതാണ് നാഗലിംഗ മരം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലച്ചുവിൻ്റെ മേക്കപ്പ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് പാർട്ട് 2 കണ്ടാലോ?